ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള മാങ്ങ അടയുടെ റെസിപ്പിയാണ് നമുക്ക് നോക്കാവുന്നത്. ഈ അട എന്ന് പറയുന്നത് പല സ്ഥലത്തും പല പേരാട്ടോ. ചിലയിടത്തൊക്കെ ഇലയപ്പം എന്നും ഒക്കെ പറയും. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാ പറയണേന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജാറെടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിന് നമ്മൾ അരിമാവാണ് ഇട്ടത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയും കൂടെ ഇട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ദേ ഇതുപോലെ. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 ഏലക്ക ചതച്ചതും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിന് മധുരത്തിനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും ചേർക്കാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ശർക്കരയെ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മിക്സ് ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേ പ്രോസസ്സ് എല്ലാത്തിലും ചെയ്തിട്ട് നമുക്കൊരു ഇഡലി തട്ടെടുത്ത് അതിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ശേഷം അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവാൻ അനുവദിക്കുക. അപ്പൊ ഇതേപോലെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. കുഴക്കുകയും വേണ്ട, പരത്തേയും വേണ്ട. രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.